ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യയിലൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് പച്ചടി. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പച്ചടി വയ്ക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ബീട്രൂട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് വെന്ത് സെറ്റാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഒരു 4 പച്ചമുളകും ഒരു ചെറിയ സവാള നമ്മളൊന്ന് ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു 15-20 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി, ഒരു നുള്ള് നല്ല ജീരകം, 1 ടീസ്പൂൺ കടുക്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം ചട്ടിയിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ആ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടും ആ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ടുള്ളത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്. നമ്മളതിലേക്ക് ചേർത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ആ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ സിമ്മിൽ വയ്ക്കാം. ഇനി നമ്മൾ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്.